ഗൈസ്, നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗ് ചെയ്യുവാണ്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ റാണിപുരം വരെ ഒന്ന് പോയി വരാമെന്ന് കരുതി. നമ്മൾ മാത്രമല്ല, വേറെ ഫ്രണ്ട്സിൻ്റെ 2 ഫാമിലീസ് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമയം ഉച്ചക്ക് 1 മണി കഴിഞ്ഞിരുന്നു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. പ്രകാശ് ചേട്ടൻ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമുക്കപ്പോൾ പോകുന്ന വഴി ഉമ്മച്ചനെയും രേവതീച്ചനെയും കൂട്ടണം. സോ നമുക്ക് അവരുടെ വീട്ടിലേക്ക് പോകാം. നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വീട്. ഉന്മേഷ് ഏട്ടൻ. നമ്മളെ നിക്നെയിമായിട്ട് അങ്ങനെ കേട്ടോ വിളിക്കാറ്. നമുക്ക് അത് മതി, ഉമ്മച്ചൻ. ഓക്കെ, അപ്പോൾ ഉമ്മച്ചൻ്റെ വീട് എത്താറായി ഗൈസ്. യെസ്, എത്തിപ്പോയി. അപ്പോഴേക്കും ഉമ്മച്ചനും അനയക്കുട്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട്. അനയുകയാണെങ്കിൽ ഫുള്ള് നാണം കുണിക്കൊണ്ട് നിൽക്കുകയാണ്. ബട്ട് രേവതീച്ചി ഇവിടെ ഇല്ല. രേവതീച്ചിനെ കൂട്ടാനും നമുക്കപ്പോൾ ഇവിടത്തേക്ക് വരെ പോകണം. രേവതീച്ചി ഫിസിയോതെറാപ്പി സെൻറ്ററിലായിരുന്നു. ആൾ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് കേട്ടോ. രേവതി മോൾ പമ്മി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ രേവതീച്ചിനെയും പിക്ക് ചെയ്തു. ഓക്കെ, നമുക്കെന്നാൽ വിട്ടാലോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ ചായ കുടിക്കാനായി ഒരു മോംസ് കഫേ എന്ന ഹോട്ടലിൽ കയറി. പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്, നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പഴംപൊരിയും ഉമ്മച്ചനെന്തോ ഉണ്ടംപൊരി എങ്ങാനാണ് കഴിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ഓരോ ചായയും കൂടി കുടിച്ചു. ഓക്കെ, എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര അങ്ങ് തുടങ്ങുകയാണ്. ഇനിയാണ് ഗൈസ് പറയാനുള്ളത്. റാണിപുരം ഏകദേശം എത്താറായി ഗൈസ്. ബട്ട് നമ്മളെ റോഡ് എന്തൊരു റോഡാണ്, ഒന്നും പറയണ്ട. ഇത്രയും നല്ല ടൂറിസം ഇവിടെ ഉണ്ടാകുമ്പോഴും ഇത്ര വൃത്തികെട്ട റോഡാണ് ഇവിടെ കുറച്ച് ഭാഗം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശോകം. ഇതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ ആവോ. അങ്ങനെ റാണിപുരം ഹിൽ ടോപ്പിലേക്കുള്ള റൂട്ടിലെത്തി ഗൈസ്. ഇനി അങ്ങോട്ട് മൊത്തം കയറ്റാണ്, ചുരം പോലെ. ആ വഴി അങ്ങ് കയറുമ്പോഴേക്കും തണുപ്പ് തുടങ്ങിക്കോളും. നമ്മൾ പോകുന്ന ടൈം നോക്കിക്കോ, ഈവനിങ് 4 മണി. ബട്ട് ആ ടൈം ആകുമ്പോഴേക്കും ഏകദേശം ഹില്ലിൽ അങ്ങ് തണുപ്പ് തുടങ്ങിയിട്ടാ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു ശരിക്കും എൻജോയ് ചെയ്തേ. മല മൂടിക്കിടക്കുന്ന ഫോഗും ഒന്നും പറയണ്ട. നൈസ് വ്യൂ ആയിരുന്നു. ശരിക്കും നേരിട്ട് വന്ന് തന്നെ ഫീൽ ചെയ്യണം കേട്ടോ അത്. നമ്മൾ പീകോക്ക് റിസോർട്ടിലാണ് ഇന്ന് സ്റ്റേ. ജസ്റ്റ് കുട്ടികളുണ്ടായതുകൊണ്ട് സ്റ്റേ മാത്രമേ ഉള്ളൂ. ഹിൽ ടോപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഉണ്ടാവുമ്പോൾ സ്വർഗം കിട്ടിയ ഫീലല്ലേ, ശരിയല്ലേ? എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. യെസ്, ഇനി ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. നമ്മൾ ആ ടോപ്പിലാണ് കേട്ടോ റൂം എടുത്തേ. 3 ഫാമിലിയിൽ നമ്മൾ 2 ഫാമിലിയാണ് ഇപ്പോൾ എത്തിയത്. നമ്മളെ ഗോവിന്ദൻ ഫാമിലി ഇപ്പോൾ എത്തും. ഓക്കെ, അപ്പോൾ കാശി അനയക്കുട്ടി ഫുൾ ബിസിയാണ് കേട്ടോ. അവർ ഫുൾ ചില്ലാണ്, സെറ്റാണ്. ഇവിടെ താഴത്തൂടെ തോട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കാണുന്നില്ല, ഇറങ്ങേണ്ടി വരും. അങ്ങോട്ടേക്ക് ഇപ്പോൾ വിടുന്നില്ല എന്ന് തോന്നുന്നു, ആരോ പറയുന്നത് കേട്ടു. ഓഹോ, അപ്പോഴേക്ക് ഇവിടെ ഗോവിന്ദൻ ടീം സെറ്റാണ്. ഗോവിന്ദി, വൈഫ് സൈനേച്ചി, നമ്മുടെ അജ്ലിമോൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റൂം ഒന്ന് നോക്കാം. വാ. നമ്മൾ ആദ്യം സെപ്പറേറ്റ് റൂമാണ് കേട്ടോ 3 ഫാമിലീസ് എടുത്തത്. ബട്ട് ആ റൂം കണ്ടപ്പോൾ തന്നെ 2 ഫാമിലീസ് ഒന്നിച്ച് നിൽക്കാൻ കരുതി. വെറുതെ നമ്മൾ എന്തിനാ ക്യാഷ് വെറുതെ ചിലവാക്കുന്നത്. കാരണം അത്രയ്ക്കും വലിയൊരു റൂം തന്നെയായിരുന്നു അത്. അതുപോലെ തന്നെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഓക്കെ, രേവതേച്ചി മോളും ഒന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ വാ, നമുക്കും കയറി നോക്കാം.
ഈവനിങ് ആണ് ആ റിസോർട്ടിൻ്റെ ഭംഗി. ഈവനിങ് തൊട്ട് നൈറ്റ് ആകുമ്പോഴേക്കുള്ള ആ ഒരു ഭംഗിയാണ് അടിപൊളി കേട്ടോ. മുകളിലും നല്ല നൈസ് വ്യൂ ആണ്, കണ്ടോ? ഓക്കെ, നമുക്കിനി താഴേക്ക് പോയി നോക്കാം. മറ്റേ പിള്ളേഴ്സ് അച്ഛന്മാരെ കൂടിയാണ്, എന്താവോ എന്തോ. ഓഹോ, അപ്പോഴേക്കും കാശി പ്രകാശേട്ടനും പൂളിൽ സെറ്റാണ് കേട്ടോ. നേരത്തെ അത് കണ്ട ഉടനെ തുടങ്ങിയതാണ് പോവാന്ന് പറഞ്ഞിട്ട്. ഞാൻ വിട്ടിട്ടുണ്ടായില്ല. അപ്പം പിന്നെ പോവാന്ന് പറഞ്ഞതുകൊണ്ട് ഓൻ്റെ അച്ഛനെ പാട്ടിലാക്കി. ഈവനിങ് ആയതുകൊണ്ട് ആരും കയറിയിട്ടില്ല ഇതുവരെ. സോ പൂള് നല്ല ക്ലീൻ ആയിരുന്നു. അത്യാവശ്യം ബാച്ചിലേഴ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ ഫാമിലീസൊക്കെ നൈറ്റ് എത്തുമെന്ന് ഇവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. നൈറ്റ് ന്യൂ ഇയർ ആകുമ്പോഴേക്കും ആ ഒരു ടൈമിൽ വരാനായിരിക്കും പ്ലാൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഉമ്മച്ചനും ഈ കുട്ടിയും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കുറച്ചു നേരം അവരുടെ ലോകമായിരുന്നു. കളിക്കട്ടെ. എല്ലാം കഴിഞ്ഞ് പിള്ളേരെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഷ് ആവണം. അപ്പോഴേക്കും പുറത്ത് നല്ല തണുപ്പ് തുടങ്ങിയിട്ടാ. പിള്ളേർക്ക് മങ്കി ക്യാപ്പൊക്കെ ഇട്ട് അവർ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കുറച്ചു നേരം. അപ്പോൾ നൈറ്റ് 7-8 മണിയായി ഗൈസ്. അപ്പോഴേക്കും ന്യൂ ഇയറിൻ്റെ സ്റ്റാർട്ടിങ് റിസോർട്ടിൽ തുടങ്ങിയിട്ടാ. സ്പീക്കറും ഒക്കെ വെച്ചിട്ട് ഫുള്ള് LED ലൈറ്റൊക്കെ ആക്കിയിട്ട് എന്താ പറയണ്ടേ, ഒരു ത്രില്ലിങ് വൈബ് മൂഡ് തന്നെ ആയിരുന്നു. എല്ലാവരും DJ ഡാൻസൊക്കെ ആയിരുന്നു. ഇപ്പോഴേ തുടങ്ങി. പിന്നെ നൈറ്റ് ഫുഡ് ഇന്ന് നെയ്ച്ചോറ്, ചില്ലി ബീഫ് ഒക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. റിസോർട്ട് തന്നെ അവർ ആക്കുന്നുണ്ട്. ബട്ട് നമ്മൾ തന്നെ ഗ്രില്ല് ചെയ്യാമെന്ന് കരുതി. അതുമാത്രം ഒരു സുഖമല്ലല്ലോ ഇവിടെ വരെ കൂടിയിട്ട്. അപ്പോൾ ഒരു ഗ്രിൽ ചിക്കനൊക്കെ ആക്കിയിട്ട് സെറ്റ് ആവുന്നതല്ലേ അതിൻ്റെ ഒരു രസം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യൽ. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്ച്ചോറ് കഴിക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ സൈനേച്ചിയാണ് ഇതിൻ്റെ തലവൻ. അപ്പോൾ നമുക്ക് ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഗോവിൻജി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതൊന്നും പറഞ്ഞ പണിയല്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞളെ ഗോവിൻജിക്ക് വിട്ടുകൊടുത്തു. ഓക്കെ, പ്രകാശേട്ടനിടയ്ക്ക് എന്തൊക്കെയോ തട്ടിക്കൂട്ടുന്നുണ്ട്. ഇവിടുന്ന് തട്ടിക്കൂട്ടിക്കൊണ്ട് നിൽക്കുമെന്ന് എന്താണെന്നറിയില്ല. എന്താണാവോ എന്തോ. കഴിച്ചിട്ടറിയണം. എന്നാൽ പിന്നെ ഞാനും ഒരു കൈ നോക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും കളത്തിലിറങ്ങി ഗൈസ്. പിന്നെ നമ്മളെ കൊണ്ട് അത് പറ്റിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെ സഹായിക്കാമല്ലോ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വരുമ്പോൾ കുറച്ച് പൂക്കുറ്റിയും കമ്പിത്തിരിയൊക്കെ ആയിട്ടാണ് വന്നേ. പിള്ളേഴ്സൊക്കെ ഇല്ലേ അല്ലേ, അതുകൊണ്ട് പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന് കരുതി. അധികം വെടിയൊന്നും നമ്മൾ വാങ്ങില്ല, ഓൾറെഡി റിസോർട്ടിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമുക്ക് വാങ്ങേണ്ടി വന്നില്ല. പിള്ളേരൊക്കെ ഫുള്ള് വേറെ മൂഡിലായിരുന്നു. പ്രകാശേട്ടനിടയ്ക്ക് പൂക്കുറ്റി എത്തിക്കുന്നുണ്ട്, ഡാൻസ് കളിക്കുന്നുണ്ടൊന്നും പറയണ്ട. എപ്പോൾ പൂക്കുറ്റി പൊട്ടിത്തെറിക്കൊന്നും പറയാൻ പറ്റില്ല. അച്ഛനും മക്കളും ഒന്നിച്ച് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഡാൻസിൻ്റെയാണ്, ഇപ്പോൾ ഡാൻസ് പരിപാടിയായി. അപ്പോഴേക്കും ഫാമിലീസൊക്കെ ഒരുവിധം എത്തി ഗൈസ്. പിന്നെ നൈറ്റ് ക്യാമ്പ് ഫയർ ഡാൻസൊക്കെ ആയി എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു കേട്ടോ. അതുമാത്രമല്ല നൈറ്റ് റിസോർട്ട് വക വെടിക്കെട്ടും ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതും അങ്ങനെ ഇപ്പോഴേ സ്റ്റാർട്ടാ. ുന്നുണ്ട്. മൊത്തത്തിലൊരു മെമ്മറബിൾ ആയിരുന്നു ഇവിടുത്തെ ഇന്നത്തെ ഡേ. ഈവനിങ് എത്തിയെങ്കിലായാലും ആ ഒരു ചെറിയൊരു നിമിഷം തന്നെ നമുക്ക് ഭയങ്കര പറയാൻ പറ്റാത്ത എന്താ പറയണ്ടേ, ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ഹാപ്പി ആയിരുന്നു എല്ലാവരും ഒറ്റ ഫാമിലീസ് പോലെ ആയിരുന്നു റിസോർട്ടിലെത്തി എല്ലാവരും ആ ഒരു ക്യാമ്പ് ഫയറിൽ ഒത്തുകൂടിയത്. സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ന്യൂ ഇയർ ആയിരിക്കും ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട്. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും എൻ്റെ വീട്ടിൽ ന്യൂ ഇയർ എൻ്റെ ഫാമിലീസ് ഇന്നവിടെ ഉണ്ട്, ഞാനവിടെ മിസ്സിങ് ആണ്. എന്നാലും കുഴപ്പമില്ല, ഇന്ന് ഇക്കൊല്ലം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും വീട്ടിൽ നിന്ന് തന്നെ പോരല്ലോ. അപ്പോൾ ആടെ ഏട്ടന്മാരെല്ലാം ഉണ്ട്. നേരത്തെ ഗ്രൂപ്പിൽ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അവർ ആടെ ഭയങ്കര ക്യാമ്പ് ഫയറിലാക്കി വീട്ടിൽ അടിപൊളിയാണ്. അപ്പം എന്നാലും അവിടെ ഒരു മിസ് തന്നെയാണ്, കുഴപ്പമില്ല. എന്നാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഞാൻ പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ന്യൂ ഇയർ ഞാൻ ഇതുവരെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ആഘോഷിച്ചില്ല. അതെന്തായാലും നന്നായി, ഗുഡ് ഡിസിഷൻ തന്നെ ആയിരുന്നു എൻ്റെത്. അല്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോഴും ഉള്ള നിമിഷങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയായിരിക്കും. ഇവിടെ 2024 ഇവിടെ കഴിയാൻ പോകുന്നു ഗൈസ്. ഒത്തിരി നല്ലതും മോശമായ എന്താ പറയുക, ഒരു വല്ലാത്ത വർഷം തന്നെ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 2024. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി.
അതുപോലെ വരുന്ന വർഷവും നല്ല ഒരു വർഷമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വക നല്ല ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. വിഷ് യു എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ലവ് യു ഗൈസ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 മസ്റ്റായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇടുന്നു. അപ്പോൾ എല്ലാവരും പാർട്ട് 2 മിസ് ചെയ്യാതെ കാണണം. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.